പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 37-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. എങ്ങനെയാണ് ആ ശ്രുതി പടരുവാനിടയായത്? അവനെപ്പറ്റി അനേകരറിയുവാൻ തുടങ്ങിയത്? ലൂക്കോസിൻ്റെ സുവിശേഷം 4:33 മുതൽ നോക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നസ്രയനായ യേശുവെ വിടൂ, ഞങ്ങൾക്ക് നിനക്ക് തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനം എന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു എന്ന് അപ്പോഴാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. ആരാധന സ്ഥലത്തൊക്കെ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യർ കടന്നു വരും. പക്ഷെ മിക്ക ആൾക്കാരും അതിനോട് ബന്ധപ്പെടുവാൻ, അസോസിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ യേശു കർത്താവ് ശാസിച്ചകറ്റിയ അശുദ്ധാത്മാക്കളും മിക്കതും തന്നെ പള്ളിയിൽ വെച്ചായിരുന്നു അവനത് ചെയ്തത്. Why would demon-possessed people be in church? ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞാൽ അവരൊക്കെ സഹായം അന്വേഷിച്ച് വരുന്നവരായിരിക്കും. ചർച്ച് ഒരു ഹോസ്പിറ്റൽ പോലെ അല്ലേ? ജീവിതങ്ങൾക്ക് സൗഖ്യം കൊടുക്കുന്നു, ക്യൂർ കൊടുക്കുന്നു. അതുകൊണ്ട് സിക്കായിട്ടുള്ളവരെയൊക്കെ ചർച്ച് അട്രാക്റ്റ് ചെയ്യും അല്ലേ? വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പിശാച് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ചർച്ചിലങ്ങ് വെതറും. എന്തിനാ? സ്പിരിച്വൽ ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ. കാരണം ചർച്ചിൽ പ്രസംഗിക്കപ്പെടുന്ന വചനം സത്യവചനമാണ്. അത് പ്രസംഗിക്കപ്പെടും, ആൾക്കാരത് പഠിക്കും, പിന്നെ ഇവാഞ്ചലൈസ് ചെയ്യും. അവിടെ വരുന്ന ഇൻഡിവിജ്വൽസിനെയൊക്കെ അവർക്ക് ഒരു കൺവിക്ഷൻ കൊടുക്കും മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം. എന്നാൽ ദുഃഖമെന്ന് പറയട്ടെ, ഡീമൺ പൊസസ്ഡ് ആയിട്ടുള്ള ജനം മിക്ക റിലീജിയസ് സെറ്റിങ്സിലും കടന്ന് ത്രൈവ് ചെയ്ത് പോകാറുണ്ട്. യേശു കർത്താവ് പാപികളോട് സ്നേഹം കാണിച്ചു, അതുപോലെ നാമും കാണിക്കേണ്ടവരാ. ഏതെങ്കിലും ഒരു വ്യക്തി അവൻ്റെ ഉള്ളിൽ ഒരു ഈവിൾ സ്പിരിറ്റിനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുമോ? ചർച്ചിൽ വന്നാലും അവർക്ക് അവരുടെ ഒരു സ്വന്തം വീട്ടിൽ വന്നെന്നുള്ളൊരു സമാധാനമോ സന്തോഷമോ കിട്ടാറുണ്ടോ? ദൈവത്തിലെ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ കൂടിയും നിന്നിൽ കൂടിയും ഒക്കെ ജീവിക്കട്ടെ. യേശുവിൽ വ്യാപരിച്ച ശക്തി. കുഞ്ഞെ, ഒന്നിൽ നിനക്ക് ആൾക്കാരെ മാഡാക്കാം അല്ലെങ്കിൽ ഗ്ലാഡാക്കാം. നീ ഏതിനാണ് ഒരുക്കം? തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. വിശ്വസിക്കുന്നതിനും റിസീവ് ചെയ്യുന്നതിനും ഒക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ അൺഫോർഗീവ്നെസ്, ക്ഷമിക്കാൻ പറ്റാത്ത വസ്തുതകൾ, അതായത് ദഹിക്കാതെയുള്ള വിഷയം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒന്നും മറുപടി കിട്ടാൻ പോകുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ടല്ലോ, നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ അതിലും സ്പീഡിൽ വേണം നാം ക്ഷമിക്കാനുള്ള വ്യക്തികളോട് ക്ഷമിക്കാൻ.
വെൻ എന്നുള്ള ഗ്രീക്ക് വാക്ക് അതിൻ്റെ അർത്ഥം വെന്നെവർ, ആസ് സൂൺ ആസ് എന്നൊക്കെയാണ്. അതായത് നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ കടപ്പെട്ടവരോട് നാം ക്ഷമിച്ചിരിക്കണം. അതാര് തന്നെ ആയിക്കോട്ടെ. നമ്മുടെ ഹൃദയം ഹേർട്ടായിരിക്കുക, നമ്മുടെ ഹൃദയം ഒഫൻഡഡ് ആയിരിക്കുകയാണെങ്കിൽ ആ ഗ്രഡ്ജ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെത്താൻ നീതീകരിച്ച് നിൽക്കുന്ന അവസ്ഥ ജീവിതത്തിലില്ലേ? പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്നൊക്കെ. എന്തോ അതിൻ്റെ അർത്ഥം? ആ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. എക്സോഡസ് 21, 23, 24, 25 വാക്യങ്ങൾ. അതിങ്ങനെ പറയുന്നു: മറ്റ് ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. കൊടുത്തു തീരുവോളും. നമുക്കൊന്ന് ക്ഷമിക്കാനായിട്ട് നമ്മൾ ഫ്രീ ആയെന്ന് തോന്നത്തില്ലല്ലേ? എന്നാൽ മനുഷ്യരുടെ എല്ലാ പാപങ്ങളെയും നമ്മുടെ ദൈവം ക്ഷമിച്ചു തന്നു. എങ്ങനെ? ആ പാപം പെർഫെക്റ്റായിട്ടുള്ള രക്ഷകൻ ഏറ്റെടുത്തു, ചുമന്നു. മറ്റുള്ളവരും ആ ക്ഷമ പ്രാപിക്കണം. ടു ഡിമാൻഡ് ദാറ്റ് അതേഴ്സ് മസ്റ്റ് ഏൺ അവർ ഫോർഗീവ്നെസ് ഈസ് നോട്ട് ക്രൈസ്റ്റ് ലൈക്ക്. എല്ലാ മനുഷ്യൻ്റെയും പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്. നമുക്കൊക്കെ ക്ഷമ അവൻ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുക. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി ക്ഷമിക്കുവാനായിട്ട് റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ അവൻ തന്നെ ക്ഷമിച്ച് കിട്ടിയതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നവനാണോ എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. യേശു കർത്താവ് ഒരു സെർവനോട് പറയുന്ന കാര്യവുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 35 വരെയുള്ള വാക്യത്തിൽ അത് കാണുന്നുണ്ട്. അതായത് വലിയൊരു തുക യേശു കർത്താവ് ഇളച്ചു കൊടുത്തു. പക്ഷേ ഇളച്ച് കിട്ടിയവൻ, അവൻ്റെ ഫെലോ സെർവൻ്റ്, അല്പസ്വല്പം അവനോട് കടപ്പെട്ടിരിക്കുന്നത് ഇളച്ചു കൊടുക്കുവാനായിട്ട് മടിച്ചു, കൊടുത്തില്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്ത ആ ഫൊർഗീവ്നെസ് ഉണ്ടല്ലോ, അത് വലുതാണ്. നമ്മൾ മറ്റുള്ളവർക്കും കൂടെ അത് പകരപ്പെടേണ്ടതാണ്. നിനക്ക് എങ്ങനെ കുറ്റം ക്ഷമിച്ചു തന്നോ അതുപോലെ നീയും മറ്റുള്ളവരുടെ കുറ്റം ക്ഷമിക്കണം. പറ്റുമോ ദൈവമക്കളെ? കഴിയണം. സക്കായി റിച്ച, പക്ഷേ അവനുള്ളതെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ യേശു കർത്താവ് പറഞ്ഞു. സക്കായിയോട് സക്കായി ഓൾറെഡി റിപ്പൻറ്റ് ചെയ്ത, പണം അവൻ്റെ ദൈവവുമല്ലായിരുന്നു, അത് അവൻ്റെ ആക്ഷൻസ് വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഒരു റെസ്റ്റിറ്റ്യൂഷന് അവൻ തയ്യാറായില്ല. എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലൂക്കോസ് 19 അത് കാണുന്നത്. സക്കായി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ തരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എത്ര വലിയൊരു മാനസാന്തരമാണ്, ചേഞ്ച് അവനിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. ഓരോരുത്തരെയും യഥാസ്ഥാനപ്പെടേണ്ട പോലെ അവൻ യഥാസ്ഥാനപ്പെടുത്തും. നമ്മൾ ഭൂമിയുടെ ഉപ്പായിട്ടിരിക്കണം, ലോകത്തിൻ്റെ വെളിച്ചമായിട്ടിരിക്കണം.
നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം പരത്തുവാൻ കഴിയണം. പാപികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുവാൻ കഴിയണം. ഒരിക്കലും പാപികളുടെ അൺഗോൾഡിനെസ് നമ്മളെ വന്ന് കൺട്രോൾ ചെയ്യുവാനായിട്ട് ഇടയാകരുത്. അങ്ങനെയൊക്കെ നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ നമുക്ക് കഴിയും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കും. സത്യവേദോത്സവത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യവചനങ്ങൾ അനുസരിപ്പാൻ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.